നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ പ്രതിദിന എണ്ണത്തിൽ നേരിയ കുറവ് വരുന്നു. രോഗമുക്തരുടെ എണ്ണം ഉയരുകയും ചെയ്തു. വെള്ളിയാഴ്ച ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 353 പേർക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. രാജ്യത്താകെ 305 രോഗികൾ സുഖം പ്രാപിച്ചു. രാജ്യത്ത് വിവിധയിടങ്ങളിലായി 4 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,72,073 ആയിരിക്കുന്നു. ഇതിൽ 3,62,947 പേർ സുഖം പ്രാപിച്ചു. ആകെ മരണസംഖ്യ 6,424 ആയിരിക്കുന്നു. 2,702 പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുന്നു. അതിൽ 447 പേരുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 97.6%, മരണനിരക്ക് 1.7%. വിശ്വാസികൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സൗദിയുടെ വിവിധ പ്രദേശങ്ങളിലെ 8 പള്ളികൾ കൂടി താൽക്കാലികമായി അടച്ചതായി ഇസ്ലാമിക് കോർ ആൻഡ് ഗൈഡൻസ് വിഭാഗം അറിയിച്ചു. ഇതോടെ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി അടച്ച പള്ളികളുടെ എണ്ണം 52 ആയിരിക്കുന്നു. 38 പള്ളികൾ അണുവിമുക്തമാക്കിയ ശേഷം തുറന്നതായി മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. വിശ്വാസികളുടെ ആരോഗ്യം മുൻനിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് പള്ളികൾ അടച്ചതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അണുനശീകരണ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അവശേഷിക്കുന്ന പള്ളികൾ തുറക്കുക. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ കോവിഡ് കേസുകൾ: റിയാദ് 168, കിഴക്കൻ പ്രവിശ്യ 87, മക്ക 34, മദീന 14, അൽ ഖസീം 13, അൽബാഹ 6, അസീർ 6, ഹായിൽ 6, അൽ ജൗഫ് 5, ജിസാൻ 4, നെജ്റാൻ 4, തബൂക്ക് 4, വടക്കൻ അതിർത്തി മേഖല 2 എന്നിങ്ങനെയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.